മുൻ MLA ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കിയിട്ട് കോൺഗ്രസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇത് എത്രമാത്രം കോൺഗ്രസിന് ഗുണം ചെയ്യും ശ്രീകുമാറെ? KS ശബരിനാഥനെ തിരുവനന്തപുരത്ത് മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിലൂടെ കോൺഗ്രസ് യഥാർത്ഥത്തിലൊരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കിയെന്ന് തന്നെ പറയാം. കാരണം അവിടെ പലപ്പോഴും BJPക്ക് സഹായകരമായ മട്ടിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തുകയാണ് പലപ്പോഴും കോൺഗ്രസിൻ്റെ പതിവ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ BJPക്ക് സഹായകരമായ രീതിയിൽ അവിടെ സ്ഥാനാർത്ഥി നിർണയം നടത്തുക എന്നതായിരുന്നു കോൺഗ്രസിൻ്റെ രീതി. VS ശിവകുമാറിനെ പോലുള്ള നേതാക്കൾ അസംബ്ലിയിലേക്ക് ജയിക്കാൻ വേണ്ടി കോർപ്പറേഷൻ സീറ്റുകൾ BJPക്ക് വിട്ടുകൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇത്തവണ ഏതായാലും അതെല്ലാം പൊളിഞ്ഞു. കാരണം ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചാൽ പിന്നെ 3-4 സീറ്റുകൾ, കോർപ്പറേഷൻ പരിധിയുള്ള 3-4 അസംബ്ലി മണ്ഡലങ്ങൾ BJP പിടിക്കും എന്നുള്ളൊരു രീതി വരും. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ തങ്ങളുടെ കഴുത്തിന് നേരെ ഉയരുന്ന BJPയുടെ വാളിനെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഒരു ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറായതും KS ശബരിനാഥനെ പോലെയൊരു പ്രഗത്ഭനായ ഒരു ചെറുപ്പക്കാരനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് രംഗത്തിറക്കിയത്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം, 3-ാം സ്ഥാനത്തായിരുന്നു കോൺഗ്രസ് നേരത്തെ. അവിടെ നിന്ന് 1-ാം സ്ഥാനത്തേക്ക് എത്താൻ എന്തോരം ഓടണമെന്ന് നമ്മൾ ആലോചിക്കണം. അതും ശബരിനാഥ് നേരത്തെ MLA ആയിട്ട് പിന്നെ MLA ആയിട്ട് തോറ്റ മനുഷ്യനാണ്. അപ്പോൾ തോറ്റ ഒരാളെയാണ് ഇപ്പോൾ മേയറായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്ഥാനാർത്ഥിയായിട്ട്. അത് ഗുണം ചെയ്യുമോ? അത് ശരിയാണ്. ഒരു കാരണം അവിടെ 3-ാം സ്ഥാനമാണ് കോൺഗ്രസിനുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. കഷ്ടിച്ച് 10-12 കൗൺസിലർമാരേ ഉള്ളൂ. അവിടെ ഭരിക്കുന്നത് CPM-ഉം പ്രധാന പ്രതിപക്ഷം BJP-യുമാണ്. അപ്പം 3-ാം സ്ഥാനത്ത് നിന്ന് 1-ാം സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമായ കാര്യമല്ല. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊള്ളാവുന്ന ഒരു നല്ല അക്കാഡമിക് പശ്ചാത്തലവും അറിവും വിവരമൊക്കെ ഉള്ള ഒരാൾ വന്ന് തങ്ങളെ പ്രതിനിധീകരിക്കാൻ വന്നാൽ ഒരിക്കലും അവിടെ തിരുവനന്തപുരത്തുകാർ തള്ളിക്കളയില്ല. VK കൃഷ്ണമേനോൻ വന്നപ്പോഴും പിന്നീട് ശശി തരൂർ വന്നപ്പോഴും നമ്മൾ കണ്ടതാണ്. കാരണം ഒരു നല്ല അറിവും അക്കാഡമിക് പശ്ചാത്തലവും ലോകവിവരവുമുള്ള ഒരാൾ മുന്നിൽ വന്നു നിന്നാൽ ഒരിക്കലും അയാളെ മാറ്റി നിർത്തണം എന്നുള്ള ആഗ്രഹം തിരുവനന്തപുരം നിവാസികൾക്ക് ഉണ്ടാകില്ല. കാരണം പൊതുവെ ഒരു മിഡിൽ ക്ലാസിൻ്റെയും നമ്മുടെ ഈ സർക്കാർ ജീവനക്കാരനുമൊക്കെ അടങ്ങുന്നൊരു മണ്ഡലമായതുകൊണ്ട് ശബരിനാഥനെ പോലെ ഒരാൾ മേയറാവുന്നു എന്ന് കേൾക്കുന്നത് അവിടെയുള്ള മിഡിൽ ക്ലാസിൻ്റെ ഇടയിൽ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ, മറ്റാളുകളുടെ ഇടയിലൊക്കെ ഒരു ചലനം ഉണ്ടാക്കും. കാരണം കോൺഗ്രസും അല്ലെങ്കിൽ CPM-ഉം BJP-യൊന്നും തങ്ങളുടെ മേയർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ വെറും ഒരു രാഷ്ട്രീയക്കാരനല്ല ശബരിനാഥൻ. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 1-ാം റാങ്കോടെ BTech പാസ്സായി. പിന്നെ ടാറ്റയുടെ ഉന്നതമായ രീതിയിലുള്ള ടാറ്റയുടെ ഒരു വലിയൊരു ഗ്രൂപ്പിൽ ഉന്നതമായ സ്ഥാനം വഹിച്ചിരുന്ന ആളാണ് അദ്ദേഹം. MBA ഒക്കെ കഴിഞ്ഞ്. അപ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹം MLA പിതാവ് G. കാർത്തികേയൻ്റെ മരണശേഷം MLA വരുന്നത്. അപ്പോൾ വലിയൊരു അക്കാദമിക പശ്ചാത്തലവും ഭൗതിക പശ്ചാത്തലവും ഒക്കെ ഉള്ള നേതാവാണ് ശബരിനാഥ്. കേവലം ഒരു രാഷ്ട്രീയക്കാരനല്ല. അപ്പോൾ എന്തെങ്കിലും ഒരു വലിയ ശമ്പളം ഉള്ള ഒരു ഉദ്യോഗം കളഞ്ഞിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് അവിടെ അദ്ദേഹം എന്തെങ്കിലും അഴിമതി കാണിച്ച് പണം ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ശബരിനാഥിന് ഇല്ല എന്ന് ഇപ്പോൾ തന്നെ അവിടെ ആളുകൾ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ആ ശബരിനാഥിൻ്റെ വരവ് ഏതായാലും വലിയ തോതിൽ കോൺഗ്രസിനൊരു ബൂസ്റ്റപ്പ് വരുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ട്. ഏതായാലും കോൺഗ്രസിന് നല്ലൊരു ഉണർവ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ്. കാരണം കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ചർച്ചയായിട്ടുണ്ട്, എല്ലാവരും നന്നായിട്ട് പറയുന്നുണ്ട്, അതിനുള്ളൊരു വിജയിക്കാനുള്ള സാധ്യത എല്ലാവരും കാണുന്നുണ്ട്. പക്ഷേ BJP-യും CPM-ഉം അവിടെ കട്ടയ്ക്ക് നിൽക്കുകയാണെന്നുള്ളത് നമ്മൾ മറക്കരുത്. അതെ, BJP-യും CPM-ഉം ഈ പറയുന്നത് വെറുതെ കോൺഗ്രസിനെ ജയിപ്പിക്കാനൊന്നും അവർ അവിടെ ഇടപെടില്ലല്ലോ. BJPക്ക് തിരുവനന്തപുരം നഗരസഭ പിടിച്ചേ പറ്റൂ എന്നുള്ള നിലപാടിലേക്ക് മുന്നോട്ട് പോവുകയാണ്. കാരണം അവിടെ നിയമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും എല്ലാം BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ഒരുപക്ഷെ ഈ 3 നിയമസഭാ സീറ്റും BJP പിടിക്കും എന്നുള്ള അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുമ്പോഴാണ് ശബരിനാഥനെ രംഗത്തിറക്കിക്കൊണ്ട് കോൺഗ്രസ് ഒരു കടുംപെട്ട അല്ലെങ്കിൽ 18ാമത്തെ അടവ് പുറത്തെടുത്തത്. അപ്പോൾ 18ാമത്തെ അടവിൽ വിജയിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് മുന്നോട്ട് വന്നത്. പക്ഷേ BJP-യും CPM-ഉം പരമാവധി അവിടെ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കും. വേണമെങ്കിൽ അവർ ഒരുമിച്ച് നിന്ന് വേണമെങ്കിൽ ഒരു പരസ്പരം സഹായിച്ചുകൊണ്ട് തന്നെ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം നഗരസഭയിലെ സാധ്യതകളെ ഇല്ലാതാക്കാൻ തീർച്ചയായിട്ടും അവർ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പക്ഷേ എങ്കിലും
ശബരിനാഥനെ പോലെ ഒരു മുഖത്തെ രംഗത്തിറക്കാൻ കോൺഗ്രസ് കാണിച്ച ധൈര്യം അത് അഭിനന്ദനാർഹമാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ഏതായാലും പരാജയപ്പെടാൻ തീരുമാനിച്ചിട്ടില്ല. അത് അടുത്ത തവണ വിജയിക്കാൻ അവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ത് വന്നാലും പിടിച്ചെടുക്കണം. BJPയുടെയും CPMന്റെ പിന്നിൽ പോയിരിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്നുള്ള പ്രഖ്യാപനം അതൊരു ആത്മവിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ്. അതൊരു തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ ഒരു അടവ് മറ്റ് സ്ഥലങ്ങളിലേക്കും കൂടി വ്യാപിപ്പിക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നുണ്ടോ? എനിക്ക് അങ്ങനെ, കാരണം തിരുവനന്തപുരത്ത് ശബരിനാഥനെ പോലെ ഒരാളെ കിട്ടിയതുപോലെ എറണാകുളത്തും തൃശ്ശൂരും കോഴിക്കോടും കണ്ണൂരിൽ ലഭിക്കണമെന്നില്ല. അവിടെയൊക്കെ ഒരു രാഷ്ട്രീയ പോരാട്ടമായിരിക്കും. ഇപ്പോൾ എറണാകുളത്ത് ഒരു എറണാകുളത്തെ മേയർ വനിതയായിരിക്കും ഇത്തവണ. അപ്പം 3 വനിതാ സ്ഥാനാർത്ഥികളുടെ പേരാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ദീപ്തി മേരി വർഗീസ്, പിന്നെ ഒരു മാലിനി എസ് കുറുപ്പ്, പിന്നെ മിനിമോൾ. അപ്പോൾ ഇവരൊക്കെ തീർച്ചയായും രാഷ്ട്രീയക്കാരാണ്. അങ്ങനെ ഒരു ഇതിനു മുമ്പ് കൗൺസിലർമാരായിരുന്നവരാണ്, രാഷ്ട്രീയക്കാരായ ആൾക്കാരാണ്. അപ്പോൾ എറണാകുളത്തും തൃശ്ശൂരും കോഴിക്കോടൊക്കെ രാഷ്ട്രീയക്കാരെ തന്നെ മുന്നിലേക്ക് വെക്കാനാണ് സാധ്യത. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെ BJP വലിയ ശക്തിയാകും. തിരുവനന്തപുരം BJPയുടെ ശക്തി കേന്ദ്രമായതുകൊണ്ട് BJP എങ്ങനെയെങ്കിലും ഭരണത്തിൽ വരാതിരിക്കാൻ നോക്കണമെന്നുള്ള ഒരു സംഭവം, അങ്ങനെ ഒരു ആഗ്രഹം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ തിരുവനന്തപുരത്ത് മാത്രം അത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോയത്. അപ്പോൾ ഇന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട് VD സതീശൻ വന്ന് നിന്നാൽ പോലും ഇവിടെ വിജയിക്കില്ല. ശബരിനാഥൻ അല്ല, അങ്ങനെയാണല്ലോ ശിവൻകുട്ടിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ശിവൻകുട്ടി അവിടെ മേയറായിരുന്ന ആളാണ്. ശിവൻകുട്ടിയുടെ തട്ടകമാണ്. അത് കോൺഗ്രസ് പിടിക്കാന്നുള്ള ശിവൻകുട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ അതിലും അത് BJP പിടിക്കട്ടെ എന്നാണ് CPM ആഗ്രഹിക്കുന്നത്. അപ്പോൾ ശിവൻകുട്ടിക്ക് അതേ പറയാൻ മാർഗമുള്ളൂ. പക്ഷേ കോൺഗ്രസ് ശബരിനാഥനെ മുൻനിർത്തിക്കൊണ്ട് നടത്തി രാഷ്ട്രീയ നീക്കം, കാരണം ശബരിനാഥനെ പോലെയുള്ളൊരു തെളിമയുള്ള ആർജവത്വമുള്ള നേതാവിനെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസ് നടത്തിയ നീക്കം വലിയ തോതിൽ അവർക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.